നമ്മൾ എക്സാം പാസ്സായി കഴിഞ്ഞാൽ ഡേറ്റ ഫ്ലോ ചെയ്യണമെന്ന് ഒരുപാട് പേർക്ക് ഡൗട്ടുണ്ട്. നാട്ടിൽ സെൻറ്ററുകളുള്ള സ്ഥിതിക്ക് നിങ്ങൾ നാട്ടിൽ നിന്ന് തന്നെ എഴുതിയിട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. കുറച്ച് ശബ്ദമൊക്കെ ഉണ്ട്, എന്നാലും ഞാൻ അത്യാവശ്യം ഒച്ചത്തിലാണ് കേട്ടോ സംസാരിക്കുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് കുവൈറ്റ് പ്രോമെട്രിയെ കുറിച്ചും അതിൻ്റെ എക്സാം, അതുപോലെ എത്ര അവേഴ്സാണ് എക്സാം, അതുപോലെ തന്നെ എത്ര ക്വസ്റ്റ്യൻ ആണ്, എത്ര മാർക്ക് വേണം പാസ്സാകാൻ, ഇനി പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റ ഫ്ലോ ചെയ്തിട്ട് കുവൈറ്റിന് വരാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെ ഒരുപാട് ഡൗട്ടുകളുണ്ട്. അതിനെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. പിന്നെ എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞ് നമ്മൾ കുവൈറ്റ് വന്നതിന് ശേഷം നമ്മൾ ഹയർ ഇക്വലൻസിയും ലോവർ ഇക്വലൻസിയും ചെയ്യണം. ഹയർ എഡ്യൂക്കേഷൻ, ലോവർ എഡ്യൂക്കേഷൻ അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, എവിടെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവരും കാണണം കേട്ടോ. ഇപ്പോൾ ഒരു ഏകദേശം ഒരു 1 ഇയറോളമായിക്കാണ് കുവൈറ്റ് പ്രോമെട്രിക്ക് അപ്ഡേറ്റ് ആയിട്ട്. ഇപ്പം നേരത്തെ ആണെങ്കിൽ MOH എക്സാം ഒക്കെ ആയിരുന്നു. MOH എക്സാം 30 ക്വസ്റ്റ്യൻസും 13 മാർക്ക് മതിയായിരുന്നു പാസ്സാവാൻ. അതായിരുന്നു ഞാൻ എഴുതിയത്, മിനിസ്ട്രി ഓഫ് ഹെൽത്തിൻ്റെ. ഇപ്പോൾ അത് മാറ്റി പ്രോമെട്രിക് ആക്കിയിട്ടുണ്ട്. പ്രോമെട്രിക് എന്ന് വെച്ചാൽ 3 അവേഴ്സാണ് ഇതിൻ്റെ എക്സാം. അതുപോലെ തന്നെ 150 ക്വസ്റ്റ്യന് 60% വേണം പാസ് മാർക്ക്. അതുപോലെ തന്നെ 90 ക്വസ്റ്റ്യൻസ് എങ്കിലും നമ്മൾ കറക്റ്റ് ആൻസർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് 60% കിട്ടത്തുള്ളൂ. അപ്പം നമ്മൾ നഴ്സുമാർക്ക് എല്ലാവർക്കും അറിയാം ഏതൊക്കെ സിസ്റ്റമുണ്ട്. എല്ലാ സിസ്റ്റം, ഇപ്പോൾ ഗ്യാസ്ട്രോ ആണെങ്കിലും റെസ്പിറേറ്ററി ആണെങ്കിലും റീപ്രൊഡക്റ്റീവ് ആണെങ്കിലും അങ്ങനെ എല്ലാ സിസ്റ്റങ്ങളും നമ്മൾ സെപ്പറേറ്റ് എടുത്ത് വെച്ച് പഠിച്ച് എന്നിട്ട് ആ സിസ്റ്റത്തിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചിട്ട് അങ്ങനെ വേണം നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യാൻ. ഇപ്പം പ്രോമെട്രിക് എക്സാം കുറച്ച് ടഫാണ് കുവൈറ്റിൽ. പെട്ടെന്ന് എല്ലാവർക്കും ഫസ്റ്റ് ചാൻസ് തന്നെ കിട്ടണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല. അപ്പം നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് റിവിഷൻ ചെയ്തിട്ട് വേണം എക്സാമിന് പോകാൻ. അതുപോലെ തന്നെ ചിലവർക്കുള്ള ഡൗട്ടാണ് എങ്ങനെയാണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ്. ഒരു സിനാരോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ ഒരു പേഷ്യൻ്റ് ഒരു എമർജൻസിയിൽ വന്നു, അപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി എന്താ അവർക്ക് ചെയ്തു കൊടുക്കുന്നത്, അല്ലെങ്കിൽ സെക്കൻഡ് പ്രയോറിറ്റി എന്താ, അല്ലെങ്കിൽ ലീസ്റ്റ് പ്രയോറിറ്റി എന്താ, അതിനെക്കുറിച്ച് നമ്മൾ ആ ക്വസ്റ്റ്യൻ ആണെങ്കിൽ വായിച്ച് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം ഫസ്റ്റ് തന്നെ. പിന്നീട് നമ്മൾ ഏത് ഡിസീസ് കണ്ടീഷനിൽ നിന്നാണ് ചോദിച്ചതെന്ന് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എല്ലാ സിസ്റ്റവും കവർ ചെയ്തിട്ട് വേണം വരാൻ. കാരണം പ്രോമെട്രി കുറച്ച് ടഫാണ്, അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അങ്ങനെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ആൻസർ എഴുതാൻ. പെട്ടെന്ന് ചാടിക്കറി ഇതാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് വെക്കരുത്. അതുപോലെ തന്നെ ഇതിന് എത്ര ചാൻസ് ഉണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. ഇതിന് 3 ചാൻസ് ആണുള്ളത് എക്സാം എഴുതാൻ വേണ്ടി. ഫസ്റ്റ് ചാൻസ് നമ്മൾ ഫെയിൽ ആയിപ്പോയി ഫസ്റ്റ് അറ്റംപ്റ്റിൽ, എങ്കിൽ നമുക്കൊരു 6 വീക്സ് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും സെക്കൻഡ് അറ്റംപ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ അതിനും ഫെയിൽ ആയിപ്പോയി കഴിഞ്ഞാൽ വീണ്ടും നമുക്കൊരു 6 വീക്സ് കഴിഞ്ഞിട്ട് നമുക്ക് തേർഡ് അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി. ഇങ്ങനെ 3 എക്സാമും ഫെയിൽ ആയിപ്പോയെങ്കിൽ നമുക്ക് പിന്നെ എക്സാം എഴുതാമോ എന്ന് ഒരുപാട് പേരെ ഡൗട്ടാണ്. അത് നമ്മൾ ചെയ്യുന്നത് ഏകദേശം ഒരു 12 മാസം കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് പിന്നീട് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരുപാട് സെൻറ്ററുകൾ ഇപ്പോൾ പ്രോമെട്രിക്കിൻ്റെ നമ്മുടെ കേരളത്തിൽ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇവിടെ എക്സാം എഴുതി പോകുന്നതാണ് നല്ലത്. ചില ഹോസ്പിറ്റലുകാർ അവരുടെ സ്റ്റാഫിനെ അവർ ഡയറക്റ്റ് കുവൈറ്റിന് കൊണ്ടുവന്നിട്ട് കുവൈറ്റിൽ നിന്ന് അപ്പോയിൻമെൻ്റ് എടുത്താണ് എക്സാം എഴുതുന്നത്. അതാകുമ്പം നമുക്ക് ഒരുപാട് സ്ട്രെസ്സൊക്കെ ആയിരിക്കും. നമുക്ക് ഇത്ര ടൈമിംഗ് പീരീഡൊക്കെ അവർ തരുള്ളൂ. നമ്മൾ പാസ്സായി കഴിഞ്ഞാൽ നമ്മളെ തിരിച്ച് പറഞ്ഞു വിടും, അങ്ങനെയൊക്കെയുണ്ട്. അതേസമയം നമ്മൾ ഇവിടുന്ന് പാസ്സായി പോവുകയാണെന്നെങ്കിൽ നമുക്ക് നല്ല സ്ട്രെസ് ഫ്രീ ആയിട്ട് നമുക്കവിടെ വർക്ക് ചെയ്യും. ജോലിക്ക് കയറുമ്പോൾ നമുക്ക് അതിൻ്റേതായ ഒരു സന്തോഷം കിട്ടും. അപ്പോൾ എപ്പോഴും ഇവിടെ ഇപ്പം സെൻറ്റർ വന്നതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഇവിടെ തന്നെ എക്സാം എഴുതിയിട്ട് പോകാൻ നോക്കുക. ഞാൻ എക്സാം എഴുതിയത് പക്ഷേ കുവൈറ്റിലായിരുന്നു. പക്ഷേ ഇപ്പോൾ സെൻറ്ററുകൾ നാട്ടിലുള്ളതുകൊണ്ട് ഇപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് എഴുതി പോകുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇപ്പോൾ കുറേ പേരുടെ ഡൗട്ടാണ് ഡേറ്റ ഫ്ലോ ചെയ്തിട്ടാണ്. ഇപ്പോൾ എക്സാം വൺസ് പാസ്സായി നമ്മൾ അങ്ങോട്ട് വരുമ്പോൾ വീട്ടിലോട്ട് വരുന്ന സ്റ്റാഫുകൾ നഴ്സുമാർക്കെല്ലാം ഉള്ളൊരു ഡൗട്ടാണ് നമ്മൾ ഡേറ്റ ഫ്ലോ ചെയ്യണമെന്ന്. അപ്പം നേരത്തെ ഡേറ്റ ഫ്ലോ മസ്റ്റായിരുന്നു. അതിപ്പോൾ ഞങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സാമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഡേറ്റ ഫ്ലോയും ചെയ്തായിരുന്നു. പക്ഷേ ഇപ്പോൾ ഡേറ്റ ഫ്ലോ അത്ര ഇതായിട്ട് വരുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഡേറ്റ ഫ്ലോ ചെയ്തിട്ട് വരണമെന്നില്ല. നിങ്ങൾ വന്നു കഴിയുമ്പം നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ, നിങ്ങളുടെ ഹോസ്പിറ്റലുകാർ തന്നെ നിങ്ങൾക്ക് എന്ത് ആണ് അടുത്ത പ്രൊസീജിയർ എന്നുള്ളത് കാര്യങ്ങളൊക്കെ അവർ തന്നെ ചെയ്തു തന്നോളൂ. ഞാൻ എക്സാമിന് പഠിച്ചത് എൻക്ലെക്സാറിൻ്റെ ബുക്ക് നോക്കിയാണ് പഠിച്ചത്. അതിനകത്ത് സിസ്റ്റം വൈസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പം ഓരോ സിസ്റ്റം കഴിയുമ്പോഴും ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നമ്മൾ മാക്സിമം ചെയ്ത് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് ആ ബുക്കിൻ്റെ ലാസ്റ്റ് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് എല്ലാത്തിനെയും ബേസ് ചെയ്ത്. അപ്പം ആ ക്വസ്റ്റ്യൻസൊക്കെ മാക്സിമം ചെയ്ത് പഠിക്കുക. അതുപോലെ തന്നെ നെറ്റിൽ നിന്നാണെങ്കിലും ഗൂഗിളിൽ നിന്നൊക്കെ സെർച്ച് ചെയ്ത് ഒരുപാട് പ്രോമെട്രിക് ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടും. അതൊക്കെ ചെയ്ത് പഠിച്ചിട്ട് പോവുക, ഉറപ്പായിട്ടും പാസ്സാവും.
വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് വേണം. എക്സാമിന് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ നന്നായിട്ട് റിവിഷൻ ചെയ്ത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും സർജിക്കൽ, മെഡിക്കൽ സർജിക്കൽ, അതുപോലെ തന്നെ പീഡിയാട്രിക്, ഗൈനിക്ക്, സൈക്കാട്രി എല്ലാം പ്രിപ്പയർ ചെയ്ത് എല്ലാം ഒന്ന് വായിച്ച് നോക്കി കുറേ ക്വസ്റ്റ്യൻസൊക്കെ ചെയ്ത് റിവിഷൻ ചെയ്തിട്ട് വേണം എക്സാമിന് പോകാൻ. അപ്പോൾ നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട, എല്ലാവരും പാസ്സാവും. ഇൻ കേസ് പാസ്സാവാത്തവരുണ്ടെങ്കിൽ അതിനും വിഷമിക്കേണ്ട, ഉറപ്പായിട്ടും പാസ്സാവും. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക, ഞാനും പ്രാർത്ഥിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു, ബൈ ബൈ.